ഗൈസ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6 മണി. ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കുട്ടികളുള്ള അമ്മമാർക്കറിയാം ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ കൺഫ്യൂഷൻ. എന്നും അറിയാമല്ലോ, ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഡെയിലി വെള്ളച്ചോറും കറിയും കൂടെ കൊടുത്താൽ അവർ കഴിക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കണമല്ലോ. ഞാൻ ആഴ്ച 2 ദിവസമെങ്കിലും ഞാൻ ഇച്ചിരി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ കൺഫ്യൂഷൻ്റെ കാര്യം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പനീർ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാൽ പനീർ ഫ്രൈ ചെയ്യാം, കുറച്ച് ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രണ്ടും ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കഴിച്ചോളും, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാൽ പനീർ ഫ്രൈയും ലെമൺ റൈസും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്താകും ഇന്നത്തെ ലെമൺ റൈസും പനീർ ഫ്രൈയും. ഇതിനായിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ്, ലെമൺ റൈസിന് ഞാൻ നല്ലെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. കടുക് എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഒരു അടി കട്ടിയുള്ള പാനിലോട്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ എണ്ണ ഒഴിച്ച് നമ്മൾ ഈ എടുത്തേക്കുന്ന പൊട്ടുകടലയും ജീരകവും കടുകും കൂടെ അതിലേക്ക് ഇടാം. നമുക്കതിൽ കപ്പലണ്ടി ആഡ് ചെയ്യാം, കാഷ്യൂ, റൈസിൻസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കയ്യിൽ ഉഴുന്ന് ആഡ് ചെയ്യാം. ഉഴുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. ബാക്കിയുള്ള ഐറ്റംസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, കാഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ അതങ്ങോട്ട് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കുരുവൊന്നും ഇല്ലാണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചോറ് ആഡ് ചെയ്യുക. ഞാനിവിടെ നമ്മുടെ സാദാ ചോറായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഇതിലേത് ടൈപ്പ് ചോറും നമുക്കെടുക്കാം. നമ്മൾ ബസ്മതി എടുക്കാം, ജീര റൈസ് എടുക്കാം. ഞാനിവിടെ നമ്മുടെ സാദാ സുരേഖയുടെ അരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വേപ്പില ആഡ് ചെയ്ത്, വേപ്പിലയൊക്കെ ആദ്യം ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ചൂടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഞാനിപ്പോൾ ആഡ് ചെയ്തു. പിന്നെ ചോറിട്ട് കൊടുത്തു, വേവിച്ച ചോറ് ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ആ ഒരു ഫ്ലേവർ, ലെമണിൻ്റെയൊക്കെ ഫ്ലേവർ എല്ലായിടത്തേക്കും, ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തും. അതുപോലെ നല്ലൊരു കളറും കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ, നന്നായിട്ട് കണ്ടോ ലെമൺ റൈസ് റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പനീർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ പനീർ ക്യൂബ്സിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്, പിന്നെ ഗരം മസാല, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ പനീർ മിക്സ്ചർ നമ്മൾ ഇടുക. ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് ആ പനീറിൽ കോട്ടായി വരും. അതാണ് അതിൻ്റെ പാകം. കണ്ടോ, നല്ല തിക്ക് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല കംപ്ലീറ്റ് ആ പനീറിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പനീർ മസാലയായി. ഇനി നമുക്ക് പാക്ക് ചെയ്യാം. ലഞ്ച് ബോക്സിലോട്ട് ഞാൻ ലെമൺ റൈസ് ആക്കി, പിന്നെ നമ്മുടെ പനീർ ഫ്രൈ ആക്കി. പിന്നെ ഞാൻ അതിൻ്റെ കൂടാതെ നമ്മൾ ലഞ്ചിലേക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഡേറ്റ്സോ നട്ട്സോ എന്തെങ്കിലും ഒരു ഐറ്റം വയ്ക്കാറുണ്ട് ലഞ്ചിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ലെമൺ റൈസിൻ്റെ കൂടെ പനീർ ഫ്രൈ കൂടാതെ കുറച്ച് പിക്കിളും കുറച്ച് കേടും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാംഗോയാണ് ഞാൻ ഇന്ന് വെച്ചേക്കുന്നത്. ഇന്ന് മാംഗോ ആയിരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മാംഗോയും കൂടെ വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.